Hello all, welcome to Teacher at Home. Today class we are going to learn the first chapter, that is the introduction. What, where, how and when. Le. What, എന്ത്, where, എവിടെ, how, എങ്ങനെ, and when, എപ്പോ. Rashida's question. Rashida sat reading the newspaper. Suddenly her eyes fell on the small headline. അപ്പോൾ റഷീദ് എന്താണ് ന്യൂസ് പേപ്പർ വായിക്കുകയാണ് അല്ലേ. അപ്പോഴാണ് അവളുടെ കണ്ണ് ഹെഡ്ലൈനിലേക്ക് തിരിഞ്ഞത്. 100 years ago, 100 വർഷം മുമ്പ്. How? She wondered. Could anyone know what had happened so many years ago? അപ്പോൾ ആർക്കെങ്കിലും അറിയോ അല്ലേ. സോ ഷി വണ്ടഡ് എനിവൺ നോ, ആർക്കെങ്കിലും അറിയോ ഈ 100 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അതിശയത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചതെന്ന് നോക്കാം. യെസ്റ്റർഡേ യു കുഡ് ലിസൺ ടു ദ റേഡിയോ, വാച്ച് ടെലിവിഷൻ, റീഡ് എ ന്യൂസ് പേപ്പർ. ലാസ്റ്റ് ഇയർ ആസ്ക് സംബഡി ഹു റിമെമ്പേഴ്സ്. ബട്ട് വാട്ട് അബൌട്ട് ലോങ് അഗോ? ലെറ്റ് us see how it can be done. അതായത് ഇപ്പം ഇന്നലത്തെ കാര്യമാണെങ്കിൽ നമുക്ക് പലതും മെസ്സേജസ് എവിടെ നിന്നാണ്, റേഡിയോ, ടെലിവിഷൻ, ദ ന്യൂസ് പേപ്പർ അല്ലേ. രാഷ്ട്രീയത്തെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. പക്ഷെ കുറെ കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാം? വാട്ട് ക്യാൻ വി നോ അബൌട്ട് ദിസ് പാസ്റ്റ്? ദർ ആർ സെവറൽ തിങ്സ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് അല്ലേ. കുറേ അധികം സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. വാട്ട് പീപ്പിൾ എയ്റ്റ്, കൈൻഡ് ഓഫ് ക്ലോത്ത്സ് ദേ വോർ, ദ ഹൗസസ് ഇൻ വിച്ച് ദേ ലിവ്ഡ്. We can find out the lives of hunters അല്ലേ. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവർ കഴിച്ചിരുന്നത്, വസ്ത്രങ്ങൾ ഉപയോഗിച്ചത്, എങ്ങനത്തെ വീടുകളിലാണ് താമസിച്ചത്. ഫൈൻഡ് ഔട്ട് ദ ലൈവ്സ് ഓഫ് ഹണ്ടേഴ്സ്, ഹെർഡേഴ്സ്, ഫാമേഴ്സ്, റൂളേഴ്സ്, മെർച്ചൻസ്, പ്രീസ്റ്റ്, ക്രാഫ്റ്റ്മാൻ, ആർട്ടിസ്റ്റ്, മ്യൂസിഷ്യൻ ആൻഡ് സയൻറ്റിസ്റ്റ്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത രീതി, വേട്ടാള് അല്ലേ, വേട്ടയ്ക്ക് പോണവരുടെ, പിന്നെ എന്താണ് അനിമൽസിനെ വളർത്തുന്നവർ, കൃഷിയിൽ ഏർപ്പെടുന്നവർ, ഭരിക്കുന്നവര്, പിന്നെ കച്ചവടക്കാര്, പിന്നെന്താ പള്ളിയിലച്ചന്മാര്, ക്രാഫ്റ്റ്സ്മാൻ, ആർട്ടിസ്റ്റ് അല്ലെ, കലാകാരന്മാര്, പാട്ടുകാര്, വരയ്ക്കണവര്, സയന്റിസ്റ്റ്, ഇങ്ങനെ പല ആൾക്കാരും ഉണ്ട്. വി ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ ഗെയിംസ് ചിൽഡ്രൻ പ്ലേഡ്, ദ സ്റ്റോറീസ് ദേ ഹെഡ് അല്ലെ, കുട്ടികൾ കളിച്ച കളികള്, കേട്ട കഥകള്, ദ പ്ലേസ് ദേ സോ അല്ലെ, അവർ കണ്ട ഡ്രാമകള്, പാട്ട്, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. വേർ ഡിഡ് പീപ്പിൾ ലീവ്, ആൾക്കാർ എവിടെയാ താമസിച്ചിരുന്നത്. ഫൈൻഡ് ദ റിവർ നർമ്മദ ഓൺ മാപ്പ് 1 പേജ് 2. അപ്പോൾ പേജ് 2 നമ്മളുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നർമ്മദ റിവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സി വേർ ഇസ് ദ നർമ്മദ? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ബൈ സെർച്ചിങ്. It coming where? See here, this is a Narmada river. Okay. Then what's the question asked? People have lived along the banks of the river for several hundred thousand years. അതായത് അതിന്റെ തീരത്താണ് 100 വർഷം മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നത്. Some of the earliest people who lived there are skilled gatherers. അപ്പോൾ ചില ആൾക്കാർ അവിടെ ജീവിച്ചത് ആരൊക്കെയാണ്? Skilled gatherers, that is people who gathered their food. ഭക്ഷണം അന്വേഷിച്ച് ചെന്നവരായിരുന്നു. They know about the vast wealth of plants in the surrounding forest and cult. അതായത് അവിടെയുള്ള എന്താണ് വാസ്റ്റ് പലതരം മരങ്ങളും ചെടികളെ കുറിച്ചൊക്കെ അവർക്ക് ബോധം ഉണ്ടായിരുന്നു. റൂട്ട്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ദെയർ ഫുഡ്. കാട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത്, ഫ്രൂട്ട്സും അല്ലേ. 100 ആനിമൽസ്, വേട്ടയാടിയും പിടിച്ചു മൃഗങ്ങളെ. Now find the Sulaiman and the Kirtar hills to the northwest. This is the Kirtar and Sulaiman. Some of the areas where women and men first began to grow crops such as wheat and barley about 8,000 years ago are located here. അതായത് ഈ ഏരിയയിലാണ് സ്ത്രീകളും പുരുഷന്മാരും എന്താ ചെയ്തത്? ഗോതമ്പും ബാർലിയൊക്കെ വിളയിച്ചെടുത്തത് 8,000 years before. Okay. People also began rearing animals like sheep, goat and cattle and lived in villages. അതായത് അവര് മൃഗങ്ങളെയും വളർത്താൻ തുടങ്ങി അല്ലേ. മീൻസ് ഷീപ്പ്, വളർത്തു മൃഗങ്ങൾ, ഷീപ്പ്, ഗോട്ട്, ആട്, ചെമ്മരിയാട്, പശുവിനെയൊക്കെ വളർത്താൻ തുടങ്ങി. Locate the Garo hills to the northeast and the Vindhyas in the Garo hills in the northeast. Okay, then Vindhyas in the central India. Vindhyas in the central India. Okay, then there were some of the areas where agriculture developed. അപ്പോൾ അഗ്രികൾച്ചർ ഈ മാപ്പ് നല്ലോണം നോക്കിയിട്ട് എല്ലാ പ്ലേസസും അറിഞ്ഞു വെക്കുക. Okay, then the places where rice was first grown are the north to the Vindhyas. North of Vindhyas rices ഒക്കെ
ഫസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത് നെല്ല് കൃഷി. ഓക്കെ, ട്രേസ് ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പൊ നമ്മൾ ഇനി ലൊക്കേറ്റ് ചെയ്യാൻ പോണത് ഇൻഡസ് റിവറും അതിന്റെ ട്രിബ്യൂട്ടറീസും. ഓക്കെ, here goes the Indus River coming here and its tributaries: Jhelum, Chenab, Ravi, Beas, Satluj. Okay, these are the tributaries of river Indus. Then, about 4,700 years ago, some of the earlier cities flourished on the banks of the rivers. അതായത് 4700 ഇയേഴ്സിൽ എന്താണ് ചില സിറ്റീസ് ഒക്കെ നശിച്ചുപോയി. ബാങ്ക്സ് ഓഫ് റിവേഴ്സ്, തീരത്തുള്ളതൊക്കെ ചിലതൊക്കെ നശിച്ചുപോയി കഴിഞ്ഞിരുന്നു. Later, about 2500 years ago, cities developed on the banks of. അതിനുശേഷം 2500 വർഷങ്ങൾ മുമ്പ് എന്താണ് ചില സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഏത് മെയിൻലി ഈ വെള്ളം അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇതിന്റെ തീരത്ത് തന്നെ സ്ഥാപിക്കാൻ നോക്കുന്നത്. ഗംഗയും ആൻഡ് ദ ട്രിബ്യൂട്ടറീസ് ആൻഡ് അലോങ് ദ സീ കോസ്റ്റ്. ഓക്കെ, ഗംഗ, ഹിയർ ഇസ് ഗംഗ and it is tributaries: Yamuna, Chambal, Sun. Okay, these are the tributaries of Ganga. Then along the sea coast, locate the Ganga and the tributary called the Sun. ഇതാ നമ്മളിപ്പോൾ ചെയ്ത് തന്നെ ഉള്ളൂ. ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറിയും സണ്ണും ഉണ്ട് അല്ലെ, ട്രിബ്യൂട്ടറിയിലാണ് സൺ. In ancient times, the area along the rivers of the south of Ganga was known as Magadha, now lying in the state of Bihar. It rulers, അതായത് സൗത്ത് ഓഫ് ഗംഗയിലാണ് മഗധ രാജ്യം ഉണ്ടായിരുന്നത്, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഇറ്റ് റൂളേഴ്സ് വർ വെരി പവർഫുൾ ആൻഡ് സെറ്റപ്പ് എ ലാർജ്. അവരുടെ രാജാക്കന്മാരൊക്കെ നല്ല ബലവാന്മാരാണ്, അവർ വലിയൊരു രാജ്യം തന്നെ പണിതു. കിങ്ഡംസ് were set in other parts of the country. വേറെ രാജ്യത്തേക്കും അത് വ്യാപിപ്പിച്ചു. Throughout, people travel from one part of the subcontinent to other. അതായത് ഓരോ കോണ്ടിനെന്റ്സ് അവര് യാത്ര ചെയ്തുകൊണ്ടുവരണം. അങ്ങനെയാണ് അവർ വലിയൊരു രാജ്യം തന്നെ സ്ഥാപിച്ചത്. ഹിൽസ് ആൻഡ് ഹൈ മൗണ്ടൻസ് ഇൻക്ലൂഡിംഗ് ഹിമാലയാസ്, deserts, rivers and seas made journeys dangerous at times but never impossible. അതായത് ഇതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? മലകള് അല്ലേ, പീക്കായിട്ടുള്ള മൗണ്ടൻ, ഹിമാലയാസ്, മരുഭൂമികള്, പുഴകള്, കടല് എല്ലാം ഇതിൽ ഉൾപ്പെട്ടതായിരുന്നു. Men and women moved in search of livelihood, also to escape from natural disaster. അപ്പൊ അവരിങ്ങനെ പോകുന്ന സമയത്ത് അവര് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലെ, എന്തൊക്കെയാണ്? പ്രളയം, ഫ്ലഡ്, ഡ്രൗട്ട്, വേനലിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ വറ്റി വരണ്ടിട്ട് കിടക്കുന്ന ഭൂമിയിൽ നിന്നും അവര് രക്ഷപ്പെട്ടു. Sometimes men marched in armies conquering other lands. ചില സമയത്ത് ആൾക്കാർ കൂട്ടത്തോടെയാണ്, ആർമീസ് മീൻസ് ഇൻ ഗ്രൂപ്പ്സ്, കോൺകറിങ് അതർ ലാൻഡ്സ്, മറ്റു ഭൂമികൾ കൂടി കൈപിടിക്കാനുള്ള ആവേശത്തിലായിരുന്നു അവര്. ബിസൈഡ്സ് മെർച്ചൻസ് travel with caravans or ships carrying valuable goods from one place to another. അപ്പൊ ഈ എന്താ വ്യാപാരികളാണെങ്കിലോ അവർ ഓരോ വണ്ടിയിലാവും സഞ്ചരിക്കുക അല്ലെ, ആ സമയത്ത് അവർ വിലപ്പെട്ട സാധനങ്ങൾ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് റിലീജിയസ് ടീച്ചേഴ്സ് വാക്ക്ഡ് ഫ്രം വില്ലേജ് ടു വില്ലേജ്. മീൻസ് ഈ പുരോഹിതരും എന്താണ് ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റേ ഗ്രാമത്തിലേക്ക്, ഒരു ടൗണിൽ നിന്നും മറ്റേ ടൗണിലേക്കും സഞ്ചരിച്ചിരുന്നു. സ്റ്റോപ്പിംഗ് ടു ഓഫർ ഇൻസ്ട്രക്ഷൻ ആൻഡ് അഡ്വൈസ് ഓൺ ദ വേ. അതായത് ഉപദേശം നൽകാൻ വേണ്ടിയിട്ടാണ് അവർ ഇവരുടെ കൂടെ കൂടിയത്. Finally, some people perhaps traveled driven by the spirit of adventure, wanting to discover a new and exciting place. അപ്പൊ എന്താണ്, ചില ആൾക്കാര് ട്രാവൽഡ് driven by spirit of adventure. ചിലവർക്ക് ആവേശമായിരുന്നു അല്ലെ, യാത്ര എന്നുള്ളത് ഒരു ആവേശമായിരുന്നു. wanting to discover new and exciting place, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിലുള്ള ആവേശത്തിലായിരുന്നു. All this led to the sharing of ideas between the people. ഇതെന്താണ്, ഓട്ടോമാറ്റിക്കലി ഐഡിയാസ് ഷെയർ ചെയ്തതിലേക്ക് എത്തി. Why do people travel nowadays? Look at map once more. Hills, mountains and seas from the natural frontiers of the subcontinent. അപ്പൊ ഇപ്പൊ മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാണാം? മരുഭൂമികൾ കാണാം, പിന്നെ എന്താ, മലകള് എല്ലാം നമുക്ക് കാണാൻ പറ്റും. When it was difficult to cross these frontiers, those who wanted could and did scale the mountains and across the sea. കടൽ പോലും അവര് താണ്ടിയിട്ടാണ് വന്നത്. People from across the frontiers also came into subcontinent and settled there. These movements of people enriched other cultural tradition.
People have shared new ways of carving stone, composing music, and even cooking of food over several hundreds of years. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ഓരോ സാധനങ്ങൾ അല്ലെ കല്ല് കൊണ്ടുള്ള കൊത്തുപണികൾ ചെയ്യുന്നതിനും പിന്നെ മ്യൂസിക് പാട്ട് കമ്പോസ് ചെയ്യണതിനും പിന്നെ കുക്കിംഗ് ഓഫ് ഫുഡ് പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ പല വർഷം മുമ്പ് തന്നെ അവരിതൊക്കെ പഠിച്ചു കഴിഞ്ഞു. Names of the land. Two of the words we often use for our country are India and Bharat. അപ്പൊ രണ്ട് നാമം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് നാമങ്ങൾ ഏതാ? ഇന്ത്യ ആൻഡ് ഭാരത്. The word India comes from the Indus called Sindhu in Sanskrit. അപ്പൊ ഇന്ത്യ എന്ന പേര് വന്നത് ഇൻഡസ് എന്ന നദിയിൽ നിന്നാണ്. അതിന്റെ അർത്ഥം സിന്ധു എന്നാണ്. അല്ല, ഇൻഡസ് called Sindhu in Sanskrit അതിന് സിന്ധു എന്നാ പറയുന്നത്. Find Iran and Greece in your atlas. Iranians and the Greeks who came through the northwest about 2500 years ago were familiar with the Indus. അതായത് നിങ്ങളുടെ കയ്യിൽ മാപ്പോ അറ്റ്ലസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇറാനും ഗ്രീക്കും കണ്ടുപിടിക്കുക. ഇറാനിയൻസും ഗ്രീക്കും. ഓക്കെ, ഇറാനും ഗ്രീസും കണ്ടുപിടിക്കുക. അപ്പൊ അവർ ഏതിൽ നിന്നാണ് വന്നത്? നോർത്ത് വെസ്റ്റ് റീജിയൻ നിന്നാണ് വന്നത് അല്ലെ? എത്ര വർഷം മുമ്പ്? 2500 years മുമ്പ് തന്നെ അവര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫെമിലിയർ വിത്ത് ദ ഇന്ത്യസ് കോൾഡ് ഇറ്റ് ആസ് ഹിന്ദുസ് ഓർ ദ ഇൻഡൂസ് അല്ലെ? ഹിന്ദുസ് അല്ലെങ്കിൽ ഇൻഡൂസ് എന്നാണ് പറഞ്ഞിരുന്നത്. ലാൻഡ് ഓഫ് ദ ഈസ്റ്റ് ഓഫ് റിവർ called India. The name Bharata was used for a group of people who lived in the northwest. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ ഉള്ളവരാണ് എന്ത് ഭാരത എന്ന പേര് നിർദ്ദേശിച്ചത്. And who were mentioned in the Rigveda. The earliest composition in Sanskrit dated to about 3500 years ago. Later it was used for the country. Find out about the past. There are several ways of finding out about the past. അപ്പോൾ പല വിധത്തിൽ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. One is to search for and read books that were written long ago. അത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? സെർച്ച് ഫോർ ആൻഡ് റീഡ് ബുക്സ് റിട്ടൺ ലോങ് മുമ്പ് എഴുതിയ ബുക്സിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ദിസ് ആർ കോൾഡ് മനുസ്ക്രിപ്റ്റ്. അതിനെയാണ് മനുസ്ക്രിപ്റ്റ് എന്ന് പറയാ. ബിക്കോസ് ദേ വർ റിട്ടൺ ബൈ ഹാൻഡ്. കൈ കൊണ്ട് എഴുതിയത് കൊണ്ടാണ് അതിനെ മനുസ്ക്രിപ്റ്റ് എന്ന് പറയാ. ദിസ് കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മനു മീനിങ് ഹാൻഡ്. മനു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൈ എന്നാണ്. They were usually written on palm leaf. പനയോലകളിലാണ് അത് എഴുതിയിരുന്നത്. And especially prepared bark of the tree അല്ലെ? എന്താണ് മരത്തിന്റെ തോലിൽ നിന്നും known as the birch. It grows in the Himalaya. ഹിമാലയത്തിലാണ് ഇതുപോലത്തെ ഒരു തോല് ഉണ്ടായിരുന്നത്. അപ്പൊ അതിലാണ് എഴുതിയിരുന്നത്. മീൻസ് റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. Over the years, many manuscripts were eaten away by insects. Some were destroyed. അതായത് കുറേ വർഷമായതുകൊണ്ട് പലതും ചെതല് പിടിച്ചു നശിച്ചു കഴിഞ്ഞു. But many have survived. ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട്. Often preserved in temples and monasteries. അമ്പലത്തിലും പല ദേവാലയങ്ങളിലുമാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. These books dealt with all kinds of subjects. എല്ലാ പുസ്തകങ്ങളിലും ഇതുണ്ടായിരുന്നു. Religious beliefs and practices. The lives of kings, medicines and science. Besides, there were epics, poems and plays. കൂടാതെ എപ്പിക്സ്, പോയംസ് ആൻഡ് പ്ലേസും ഇതിൽ ഉണ്ടായിരുന്നു. Many of them written in Sanskrit, other in Prakrit. ചിലത് സംസ്കൃതത്തിലും മറ്റത് പ്രാകൃത ലിപിയിലും തമിഴിലും ആയിരുന്നു. We can also study the inscriptions. അതായത് കൊത്തുലിപികളിലെ കൊത്ത് എഴുതിയിട്ടുണ്ടാവില്ല അതല്ല. There are writings on relatively hard surfaces such as stones or metal. അതായത് ഹാർഡ് സർഫസിൽ എന്താണ് ഉണ്ടായിരുന്ന റൈറ്റിംഗ്സ് ഉണ്ടാവില്ല. മെറ്റൽസിലും ഹാർഡ് സർഫസ് ലൈക്ക് സ്റ്റോൺസ്. Sometimes kings got their orders inscribed so that the people could see. Kings got the order. രാജാവിന്റെ കയ്യിലുള്ളതൊക്കെ എന്താണ് ഇവർക്ക് നോക്കാനും വായിക്കാനും പറ്റുമായിരുന്നു. There are other kinds of inscriptions as well. There were men and women, including kings and queens, recorded what they did. അതായത് രാജാവും രാജ്ഞിയൊക്കെ അവരുടെ കാലഘട്ടത്തിൽ എന്താണോ ചെയ്തിരുന്നത് അതൊക്കെ അവര് എഴുതി വെച്ചിരുന്നു. For example, kings often kept records in victories in battle. അതായത് യുദ്ധത്തിൽ പങ്കെടുത്തതും അതിൽ ജയിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ അവര് ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെക്കുമായിരുന്നു. Okay, can you think of the advantages of writing on a hard surface and what could have been the difficulties? അതായത് ഹാർഡ് സർഫസിൽ എഴുതി വെക്കുന്നതിന് കൊണ്ടുള്ള മെച്ചം എന്താണ്? Because it will be there after long years അല്ലെ? കുറെ വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഇരിക്കും. പക്ഷെ നല്ല ബുദ്ധിമുട്ടാണ് എഴുതാൻ. There were many other things that were made and used in the past. പല കാര്യങ്ങളും പണ്ട് ചെയ്തിരുന്നു അല്ലെ?
Those who study the objects are called archaeologists. ഈ പഴയ ഇൻസ്ക്രിപ്ഷൻസും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുക, ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുക. They study the remains of buildings made of stone and brick. അപ്പോൾ എന്താണ് പഴയ കാലത്തുള്ള കെട്ടിടം, അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ കല്ല്, ഉപയോഗിച്ചിരുന്ന രീതികൾ, പെയിൻറ്റിങ്സ്, സ്കൾപ്ചർ, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. They also explore and excavate. Excavate എന്ന് പറഞ്ഞാൽ dig under the surface of the earth, കുഴിച്ചെടുക്കുക. To find tools, weapons, pots, pans, ornaments and coins. എന്തൊക്കെ കണ്ടുപിടിക്കാനാ? ആയുധങ്ങൾ, വെപ്പൺസ്, പോട്ട്സ്, കലങ്ങൾ, പാന്, ഓർണമെന്റ്സ്, ആഭരണങ്ങൾ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ. Some of these objects may be made of stone, others of bone. ചിലത് കല്ലുകൊണ്ടുണ്ടാക്കിയതാവും, ചിലതാണെങ്കിൽ എല്ല്, കളിമണ്ണ്, മെറ്റൽ, ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയതാ. Objects that are made up of hard, imperishable substances usually survive for a long time. അതായത് നല്ല കട്ടിയുള്ളത് അല്ലേ, അതെന്താണ് കുറെ കാലം നിലനിൽക്കും. An old inscription. The inscription date about 2250 years. അപ്പോൾ ഈ ഇൻസ്ക്രിപ്ഷൻ പറഞ്ഞത് എത്ര കൊല്ലം മുമ്പാണ്? 2250 കൊല്ലം മുമ്പത്തെയാണ്. And was found in കാണ്ഡഹാർ, പ്രസന്റ് ഡേ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലാണ് ഇത് ഈ ലിപി കണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ഓർഡേഴ്സ് ഓഫ് എ റൂളർ നെയ്മഡ്. അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് എഴുതിയിരിക്കുന്നത്? അശോക, കിങ് അശോക. യു വിൽ ബി റീഡ് അബൌട്ട് ഇൻ ദിസ് ചാപ്റ്റർ 7. When we write anything we use a script. Scripts consisted of, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ലെറ്റേഴ്സ്, സൈൻ, ഇതിനെയൊക്കെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുക. When we read what is written on speak, we use a language. അപ്പോൾ ഇത് എഴുതാനും വായിക്കാനും നമ്മൾ എന്ത് ചെയ്യും? ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യും. The inscription was inscribed in 2 different scripts and language. ഏതൊക്കെയാ? ഗ്രീക്കും അറാമിക്കും, which were used in the area. What is this? A pot from an old city. അല്ലേ, ഒരു സിറ്റിയിൽ നിന്നുള്ള ഒരു കലമാണിത്. The pots like this were used about എത്ര വർഷം മുമ്പാണ്? 4700 years മുമ്പാണ് ഇത് ഉപയോഗിച്ചത്. An old silver coin. Coins such as were used in എത്ര വർഷം മുമ്പ്? 2500 years ago. Okay. Archaeologists also look for bones of animals. അവരെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് തരയുന്നത്? ബോൺസ്, ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഫിഷിൻ്റെയും ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് വാട്ട് പീപ്പിൾ ate in the past. ആൾക്കാർ എന്താണ് ഭക്ഷണം കഴിച്ചിരുന്നത്? That also they were searching for. Plants remain survive for more rarely. If seeds of grains of pieces of wood have been burned, they survived in a charred form. അപ്പോൾ എന്താണ്? ഇത് കരിക്കഷ്ണങ്ങളായിട്ടാണ് കാണുക. Do you think cloth is found frequently by archaeologists? തുണികളൊക്കെ അവർ കാണാറുണ്ടോ? Historians, that is scholars, study the past often use the word source to refer to the information. So അപ്പോൾ ഹിസ്റ്റോറിയൻസ്, അതായത് സ്കോളേഴ്സ് പഴയകാലം കണ്ടുപിടിക്കുമ്പോൾ അവരെന്താ സോഴ്സ് എന്ന വേർഡാണ് മെയിൻലി യൂസ് ചെയ്യുക. ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് ആർക്കിയോളജി. One sources are found learning about the past. പഴയതിനെ കുറിച്ച് പഠിക്കാനും adventure and reconstruct it. അതിന് പുനർനിർമ്മാണത്തിനും. So historian and archaeologists are like detectives who are in sources like clues to find out about the past. One past or many. One past or many. Did you notice the title of this book, Our Past? അപ്പോൾ ഈ ബുക്കിന്റെ ടൈറ്റിൽ എന്താ? നമ്മുടെ പാസ്റ്റ് അല്ലേ. We have also used the word past. മുമ്പ് നടന്നത്, ഭൂതകാലത്തിന് നടന്നത്. In plural to draw attention to the fact that the past is different for different groups of people. അപ്പോൾ ഈ ഭൂതകാലം പലർക്കും പല വ്യത്യസ്തമായിരുന്നു. For example, the life of herders, farmers were different from those of kings and queens. The life of merchants were different from that of craftsmen and so on. അതായത് രാജാവിൻ്റെയും രാജ്ഞിയുടെയും പോലത്തെ ജീവിതമല്ല ആരുടെ? കർഷകരുടെ, പിന്നെ എന്താ ബിസിനസ് വ്യാപാരികളുടെ, ഓക്കെ, ആശാരിമാരുടെയൊക്കെ ഇതല്ല, ക്രാഫ്റ്റ്മാൻ. ഓൾസോ, as is true even today, people follow different practices and customs in different parts of the country. അല്ലേ, ഓരോരുത്തർക്ക് ആചാരവും ട്രഡീഷനും കൾച്ചേഴ്സ് എല്ലാം എവറിത്തിങ് എന്താണ്? വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ, today most people living in Andaman Islands get their own food by fishing, hunting and collecting forest produce. അപ്പോൾ ആൻഡമാനിലുള്ളവർക്കൊക്കെ എങ്ങനെയാണ്? ആൻഡമാനിലല്ല, ഓരോ പ്രദേശത്തും അവരുടേതായിട്ടുള്ള ഫുഡ് ഗ്യാതറിങ്സ് ആയിരിക്കും. ഇവര് ഫിഷിങ്, ഹണ്ടിങ് അല്ലെ, മീൻപിടുത്തം, കാരണം ചുറ്റും ഐലൻഡിലാണ്. പിന്നെ ഹണ്ടിങ്,
ഫോറസ്റ്റ് എന്നൊക്കെയാണ് ഇവർക്ക് സാധനങ്ങൾ ലഭിക്കുക. ബൈ കോൺട്രാസ്റ്റ് മോസ്റ്റ് പീപ്പിൾ ലിവിങ് ഇൻ സിറ്റീസ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ സപ്ലൈസ്. അപ്പോൾ സിറ്റീസിലൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കും അവർ. ഡിഫറൻസസ് സച്ച് ആസ് ദിസ് എക്സൈറ്റഡ് ഇൻ ദ അപ്പോൾ ഇത് ഭൂതകാലത്തിൽ വരെ ഡിഫറെൻ്റ് ആയിരുന്നു. ബിസൈഡ് ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് ഡിഫറൻസ്. വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്താ? We know a great deal about kings and the battles they fought because they kept records of their victories. അപ്പൊ ഈ രാജാവിനെ കുറിച്ചും അവര് നയിച്ച യുദ്ധത്തിനെ കുറിച്ചൊക്കെ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? അവര് ഒരു റെക്കോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ അവരുടെ ജയവും തോൽവിയും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ജനറലി ഓർഡിനറി പീപ്പിൾ സച്ച് ആസ് ഹണ്ടേഴ്സ്, ഫിഷിംഗ് ഫോക്ക്, ഗ്യാദറേഴ്സ്, ഇപ്പൊ നെറ്റൊക്കെ ഉണ്ടാക്കണവര്, വേട്ടക്കാര് അല്ലെ, ഓരോന്നും കളക്ട് ചെയ്യുന്ന ആൾക്കാര്, കർഷകര്, ഫാമേഴ്സ്, ഹെർഡേഴ്സ്, did not keep any record. അവരൊക്കെ എന്തെങ്കിലും റെക്കോർഡ് വെക്കുവോ? ഇല്ല, അവരൊന്നും അവരുടെ ഒരു റെക്കോർഡ് നമുക്ക് കാണാൻ പറ്റില്ല. While archaeology help us to find, പിന്നെ എങ്ങനെയാണ് ഈ ആർക്കിയോളജിക്കൽ ഐറ്റംസ് അല്ലെ, അവരുടെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് അവര് നയിച്ച ജീവിതത്തെ കുറിച്ച് നമ്മൾ അറിയുക. What do dates mean? പിന്നെ എങ്ങനെയാണ് ഓരോ ഈ കലകളുണ്ടല്ലോ അത് മാറി മാറി വരുമ്പോ അല്ലെ, ഓരോ ജനറേഷനിൽ നിന്ന് മറ്റു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കിട്ടും. What do dates means? If somebody asks you the date, you will probably mention the day, month and year. അല്ലേ, ഡേറ്റ് ചോദിച്ചാൽ നമ്മൾ അതൊക്കെയാ പറയാ, 2000 and something. These years are counted from the date generally assigned to the birth of Jesus Christ. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിന്റെ എന്താണ് ബർത്ത് അനുസരിച്ച്, ജനനം അനുസരിച്ചിട്ടാണ് ഇത് ഓരോന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ക്രിസ്ത്യാനിറ്റിയിൽ അതാണ് നമ്മൾ ഫൗണ്ട് ചെയ്തത്. സോ 2000 means 2000 years after the birth of Christ. ക്രൈസ്റ്റിന്റെ ജനനത്തിന് 2000 years കഴിഞ്ഞ്. All dates before the birth of Christ എന്താ നമ്മൾ counted backwards, പുറകിലേക്കിട്ടാണ് എണ്ണുക. Usually have the letters എന്താണ് BC, അത്രയും വർഷം മുമ്പ്. Okay. In this book, we will refer a dates going back from the present using 2000 as our starting point. 2000 നമ്മൾ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. Okay. So thus finish this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.